ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു പച്ചമുളക് അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തി, ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പച്ചമുളകിൻ്റെ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം പച്ചമുളകാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകി കോട്ടൺ തുണി കൊണ്ട് തുടച്ച് 10-15 മിനിറ്റ് ഫാൻ്റെ കീഴിൽ വെച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. അച്ചാർ തയ്യാറാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും നനവ് പാടില്ല, വെള്ളമയം ഒട്ടും പാടില്ല, തീരെ നനവില്ലാതെ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ. അതിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് ഈ ഓരോ മുളകിൻ്റെയും ഈ തണ്ടുണ്ടല്ലോ അതിങ്ങനെ എരിഞ്ഞ് കളയണം, പൊട്ടിച്ച് കളയണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിടാം. നമ്മളിങ്ങനെ മുളക് കട്ട് ചെയ്തിട്ട് കണ്ണിലോ മുഖത്തോ ഒന്നും വെച്ച് തേക്കരുത്. നല്ലപോലെ സോപ്പിട്ട് കൈ നല്ലപോലെ കഴുകണം. അതിന് ശേഷമേ നമ്മളെന്തെങ്കിലും ചെയ്യാവുള്ളൂ. കാര്യം മുളക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എരിവ് പറ്റിയിട്ട് കണ്ണിലൊക്കെ പെട്ടുപോയാൽ വലിയ പ്രയാസമാണ്. ഇതുപോലെ എല്ലാം നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എരിവും ഉപ്പും എല്ലാം പിടിക്കും, നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിക്കും. അതിനാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. പച്ചമുളകെല്ലാം രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. പാൻ അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കടുക്. കടുക് പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. കടുകും ജീരകവും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ ചേർത്താലും മതി കേട്ടോ. ഞാൻ എള്ളെണ്ണയോ കടുകെണ്ണയോ നമുക്ക് അച്ചാറിന് ഉപയോഗിക്കേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം. തിളയ്ക്കണ്ട, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കാം. നല്ലപോലെ ചൂടായാൽ മതി, തിളയ്ക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം, ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് തണുത്തതിന് ശേഷം ഇത് പൊടിക്കാവുള്ളൂ. ഇനി ഇത് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് തരിതരിപ്പായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ലപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക്, ഈ ബൗളിനകത്ത് സെയിം ജാറിലേക്ക് 12 അല്ലി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇതും ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. വെളുത്തുള്ളി നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർത്ത് ഒരിക്കലും അരയ്ക്കരുത്. വെള്ളം തീരെ ഇല്ലാതെ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് എരിവുള്ളതല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അച്ചാറിന്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും വലിയ ജീരകവും കടുകും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ചതച്ച് ചേർക്കുമ്പോൾ ഈ അച്ചാറിന് നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ കൂട്ടാനാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്തത്.
ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇതിൻ്റെ നീരെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇനി നമുക്കിതിൻ്റെ അരി ഒന്ന് കുത്തിക്കളയണം. ഇവിടെ അരിയൊക്കെ കുത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ചേർക്കുക. വിനാഗിരി ഇഷ്ടമാണെങ്കിൽ വിനാഗിരി 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് ചൂടാക്കി വെച്ച എള്ളെണ്ണ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുളകച്ചാറാണ്. ഇത് കൂട്ടി നമുക്ക് ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ നമുക്കിത് വെച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ഒരു മുളകച്ചാറായത്. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിത് കോരി വയ്ക്കുന്നത്. നേരത്തെ എനിക്ക് ഒരു അച്ചാറിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ അച്ചാറുകൾ ഭരണിയിലോ ഗ്ലാസ് ബോട്ടിലോ അല്ലാതെ, ഗ്ലാസ് ബോട്ടിലും ഭരണിയൊന്നും ഇല്ലെങ്കിൽ എന്തിൽ വയ്ക്കുമെന്ന്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് ബോട്ടിലുണ്ടോ അത് നല്ലപോലെ കഴുകി ഉണക്കി തുടച്ച് വെള്ളമയമില്ലാതെ അതിനകത്ത് കോരി വെച്ചാൽ മതി. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അതിൽ വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ളതിലല്ലേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് വയ്ക്കുക. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ ഏത് ബോട്ടിലുണ്ടോ അതിൽ നമ്മൾ നിറച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് കോരാം. എല്ലാം നമ്മൾ കോരി ഗ്ലാസ് ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ലപോലെ അടച്ച് മുറുക്കി റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒരാഴ്ച നമുക്ക് വെളിയിൽ വെച്ചിരിക്കാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളകച്ചാറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം.